ഒരു ഫെഡറൽ തത്വത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിക്കാതെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളോട് ചെയ്യുന്ന നീതികേടാണ്. ഇതിന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഓരോ പാക്കേജ് പ്രഖ്യാപിക്കാം. സ്റ്റിമുലേറ്റീവ് പാക്കേജ് എന്നാണ് അതിന്റെ പേര്, ഉത്തേജക പാക്കേജ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനപ്പുറം ഓരോ പ്രാവശ്യം ഉന്നയിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത് വയനാടുകാർക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, കർഷകർക്ക് വേണ്ടിയാണ്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നെല്ലാം നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അവർ പാർലമെന്റിൽ എഴുന്നേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ അത് അദാനിക്ക് വേണ്ടിയും അംബാനിക്ക് വേണ്ടിയും ടാറ്റയ്ക്ക് വേണ്ടിയും ബർലയ്ക്ക് വേണ്ടിയും രാജ്യത്തെ കുത്തകൾക്ക് വേണ്ടിയുമാണ് അവർ ഈ പാക്കേജുകളെല്ലാം മാറ്റി മാറ്റി അവതരിപ്പിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ താല്പര്യമാണ്, അത് സംഘപരിവാർ ശക്തിയുടെ താല്പര്യമാണ്, അത് BJPയുടെ താല്പര്യമാണ്. പക്ഷെ നാടിന്റെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ താല്പര്യത്തിന് അപ്പുറമാണ് അതെല്ലാം.